ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം ഇല്ലാതെ നിങ്ങൾക്ക് നല്ല മലബന്ധം ഉണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക മലബന്ധം ഇല്ലാണ്ട് നല്ല രീതിയിൽ ശോധന കിട്ടുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. നമുക്കറിയാം ഒരുപാട് അസുഖങ്ങളുടെ ബേസിക് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധമാണ്. നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്, ഈവൻ അലർജിക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്, സ്കിൻ ഡിസീസുകൾ ഉണ്ടാകുന്നത്, അമിതമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത്, പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ ആയിട്ട് പല സ്റ്റഡീസും പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. ശരിയായ രീതിയിൽ ശോധനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ശരിയായ രീതിയിൽ തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാം, നല്ല രീതിയിൽ ശോധന ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വിഷയമാണ്. ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഈ മലബന്ധം അല്ലേ, നമുക്കിത് കോമൺ ആയിട്ടുള്ള ഒരു പ്രയാസമാണ്. മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്കുണ്ടാകും. അതേപോലെ തന്നെ കൂടുതലായിട്ട് ഒരു 35 ഏജ് മുകളിലുള്ളവർക്കും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രയാസമാണ്. അതേപോലെ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ടുള്ള മെനോപോസ് ആയിട്ടുള്ള ലേഡീസിന് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രയാസങ്ങളും ഇതിലൂടെ ഇന്നത്തോടെ സോൾവ് ആകും എന്നുള്ളതാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ മലം സോഫ്റ്റ് ആകും, നല്ല രീതിയിൽ ദഹനം നടക്കുകയും ചെയ്യും. നമുക്കറിയാം മലം ഉറച്ചു കഴിഞ്ഞാലാണ് ഇത് ടോയ്ലറ്റിൽ പോകാൻ പ്രയാസം, ശരിയായ രീതിയിൽ ശോധന കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടാകുക. ഈവൻ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് നല്ല പ്രയാസത്തോട് കൂടിയിട്ടാണ് പോവുക. അപ്പോൾ ഈ മലം ഉറക്കാനുള്ളൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അഡൾട്ടായിട്ടുള്ള ഒരു മനുഷ്യന്, പ്രായപൂർത്തിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മനുഷ്യന് ഏകദേശം ഒരു ആവറേജ് വേണ്ട 2.5 മുതൽ 3 ലിറ്റർ വരെയാണ്. അപ്പോൾ ഈ ഒരു ലെവലുള്ള ഒരു അളവ് കീപ്പ് ചെയ്തിട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനം നന്നായിട്ട് നോക്കും, നല്ല സ്കിന്നിനൊക്കെ നല്ല ഹൈഡ്രേഷൻ കിട്ടും, മുടി പൊട്ടുന്ന ശീലകൾ, മുടി കൊഴിച്ചിൽ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെയാണ് മലബന്ധം നന്നായിട്ട് കുറയ്ക്കാനും കഴിയും. അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം എപ്പോഴും കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്, എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്ഡോറിലായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വയർക്കുന്ന ജോലിയൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി വെള്ളത്തിന് വാട്ടർ ഇൻടേക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊക്കെ കുടിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വെള്ളം കുടിക്കാൻ ശീലമാക്കണം. അത് കരുതിയിട്ട് അറ്റ് എ ടൈം, അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒന്നാകെ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നല്ല, ഒരു ദിവസം ആവറേജ് പറഞ്ഞ ഒരു കണക്കാണ് 2.5 മുതൽ 3 ലിറ്റർ വരെയുള്ളതാണ്. എന്ത് ചെയ്യും, ജോലിക്കനുസരിച്ച് ആളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടൊക്കെ ശരീരത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം നാരുകൾക്കൊരു ക്യാപ്പബിലിറ്റി, അതിനൊരു കഴിവുണ്ട്. എന്ത്, വാട്ടർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോയിൻ്റാണ് വാട്ടർ. അപ്പോൾ ഈ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അതിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി നാരുകൾക്കുണ്ട്. അപ്പോൾ മലം സോഫ്റ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി കൂടെയാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്. അത് കരുതിയിട്ട് ചില ആളുകൾ അമിതമായിട്ടുള്ള ഫൈബേഴ്സ് എടുക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം അമിതമായിട്ട് ഫൈബേഴ്സ് നമ്മൾ അറ്റ് എ ടൈം കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് പോലെയുള്ള, ബ്ലോട്ടിംഗ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ചില ആളുകളിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഫൈബേഴ്സ് നമുക്ക് വേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ വയറ്റിലുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട്, ഗട്ട് ഹെൽത്തിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശരിയായ രീതിയിൽ ദഹനം ഉണ്ടാക്കുക, നല്ല രീതിയിൽ അബ്സോർപ്ഷൻ കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ബാക്ടീരിയകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്, അവരുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റിയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ഫൈബർ, ഗുഡ് ഫൈബർ എന്ന് പറയുന്നാൽ. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ നന്നായിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഒരു മിനിമം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. ചില ആളുകൾ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പക്ഷേ അത് കരുതിയിട്ട് അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ചില ഡയറ്റുകളൊക്കെ നമ്മൾ ചില ആളുകൾ ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ
ഷുഗർ കൂടുതലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, ഷുഗറൊക്കെ കട്ട് ചെയ്തിട്ട് പ്രോട്ടീനും മറ്റ് ഫൈബേഴ്സ്, വൈറ്റമിൻസും മിനറൽസൊക്കെ കൂട്ടിയിട്ടുള്ള മറ്റൊരു ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് ഇല്ലാണ്ട് ഒരു ഡോക്ടർ അണ്ടറിലല്ല നമ്മൾ സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മിക്ക ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കും. ഈ പ്രോട്ടീൻ അമിതമായിട്ട് കഴിച്ചാൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ക്രിയാറ്റിൻ കൂടാനൊക്കെ പല കാരണങ്ങളിലേക്കും അത് നയിക്കുകയും ചെയ്യും. അപ്പോൾ അത് അമിതമായിട്ട് എന്ത് ചെയ്യരുത്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു മിതമായ അളവിൽ എടുക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യണം, നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അത് നല്ല രീതിയിൽ ശോധന ഉണ്ടാകാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രോട്ടീൻ അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡുകൾ, അമിതമായിട്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകളൊക്കെ അത് എന്ത് ചെയ്യും, ദഹനം കുറക്കാൻ അത് കാരണമാകും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കൂടുതൽ നൈറ്റ് ലൈഫ് കൂടിയൊരു സമയമാണല്ലോ. അപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ ഔട്ടിങ്ങിന് പോയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും, പ്രോസസ്ഡ് ഫുഡുകൾ കഴിക്കും. ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനുകൾ, കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള കഴിക്കുമ്പോൾ നമ്മുടെ ദഹനത്തെ അത് കുറക്കും. അപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അതുമൂലം കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാകും, ചില ദിവസങ്ങളിൽ ഒരു ചിക്കൻ കഴിച്ചു, ഒരു കുറച്ചൊന്ന് ചിക്കൻ കഴിച്ചതാണ്, പക്ഷേ ശോധന കിട്ടുന്നില്ല. അതുവരെ നോർമലായിട്ട് വന്നതായിരിക്കും, പക്ഷേ അതിന് ശേഷം കിട്ടുന്നില്ല. അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും ബീഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാംസം കഴിച്ചു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ശോധന കിട്ടുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും അവരിൽ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് ഇന്ത്യൻ ടോയ്ലറ്റ് ആകാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് എന്താണ്, യൂറോപ്യൻ ടോയ്ലറ്റാണ്. ആക്ച്വലി യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മുടെ നീ ജോയിൻറ്റിനൊക്കെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഗതി കൂടിയാണ്. നമ്മൾ ശരിയായ രീതിയിൽ മടങ്ങി ഇരിക്കുമ്പോൾ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ശോധന കിട്ടുകയുള്ളൂ. നന്നായിട്ട് അതായത് മലം പോകുന്ന ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ഓപ്പണിംഗ് ശരിയായ രീതിയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രയാസങ്ങളൊക്കെ നല്ല രീതിയിൽ ശോധന കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇരുത്തത്തിലായി പോകുമ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല, മലദ്വാരം കംപ്ലീറ്റ് ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരില്ല. അവിടെ ഒരു ചെറിയൊരു ലിഗമെൻ്റ് ഉണ്ട്, ആ ലിഗമെൻ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യില്ല, ഓപ്പൺ ആകില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് പരമാവധി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കൂടുതൽ സമയം ഇരിക്കുകയും ചെയ്യരുത്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എണീറ്റ് പോകണം. ചില ആളുകൾ ഫോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് നല്ലതല്ല. അത് നമ്മുടെ പെൽവിക് മസിലുകൾ, അതായത് നമ്മുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, പെൽവിക് ഫ്ലോർ എന്ന് പറയും, ആ മസിൽ വീക്കാവാനൊക്കെ അത് സഹായകമാകുകയുള്ളൂ. പിന്നീട് അതുപോലെയുള്ള എന്താ പറയുക, ഈ ഒരു ആനൽ പാർട്ട് എല്ലാം കൂടെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക, അങ്ങനെ പല അസുഖങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുകയും ചെയ്യരുത്. ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എപ്പോഴും എന്താകണം, ഇന്ത്യൻ ടോയ്ലറ്റ് ആകാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സമയത്തിന് എന്താ വെച്ചാൽ ഒരു നിശ്ചിത സമയം എപ്പോഴും എനിക്ക് വേണ്ടി കീപ്പ് ചെയ്യുക. ചില ആളുകളുണ്ട് രാവിലെ എപ്പോഴും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടൈമിങ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും ശോധനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശോധന പ്രയാസമില്ലാത്ത രാവിലെ തന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോവുകയും മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കാര്യം സാധിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമം നന്നായിട്ട് വേണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഇന്ന് സെഡൻറ്ററി ലൈഫാണ്. സെഡൻറ്ററി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കായികാധ്വാനങ്ങളോ പറമ്പിൽ പണിയെടുക്കുന്നതോ എന്തെങ്കിലും കൂടുതൽ നടക്കുന്നതോ ഒന്നുമല്ല. കൂടുതൽ വർക്കുകളും ഇരുന്നിട്ടുള്ള ജോലികളാണ്. അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒരു മൂവ്മെൻറ്റ് പലപ്പോഴും ഉണ്ടാകില്ലല്ലോ. ആ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ദഹനം
കുറക്കും എന്നുള്ളതാണ് പുതിയ പഠനങ്ങളും സ്റ്റഡീസുകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം മൂവ്മെൻറ്റ് വേണം, എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ശോധന കിട്ടും. നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സർക്കുലേഷൻ നന്നായിട്ട് കൂടുക, ദഹനം നന്നായിട്ട് നടക്കുക, ഗ്യാസിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ടാവുക. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയ നന്നായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ നെർവ് സ്റ്റിമുലൻ്റ് കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള വ്യായാമങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു നിശ്ചിത സമയം രാവിലെയോ വൈകുന്നേരമൊക്കെ ഈ എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക, അത്യാവശ്യം റണ്ണിങ്ങോ സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സസൈസുകൾ ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും, ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സസൈസുകൾ പോലെ തന്നെയാണ് അബ്ഡോമിനൽ മസാജ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് മസാജുകൾ സെൽഫായിട്ടോ ഇനി അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്യുമ്പോഴും എക്സസൈസിൻ്റെ മറ്റൊരു ഫലം തന്നെയാണ് കിട്ടുക, നമ്മുടെ മൂവ്മെൻറ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിനുള്ളിലുള്ള കുടൽ, നമുക്കറിയാലോ വൻകുടൽ എന്നുള്ളത് ഒരു കുഴൽ പോലെയാണ്, ഒരു പൈപ്പ് പോലെയാണ്. അപ്പോൾ അതിലൂടെ മലം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മലം സോഫ്റ്റ് ആകണം, നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ കുടലുകൾക്കിടയിൽ നന്നായിട്ട് മൂവ്മെൻറ്റുകൾ വേണം. ഇത് കുടലെപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും, ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ഡോമിനൽ മസാജ്, വയറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം, നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ നന്നായിട്ട് കുറയുകയും ചെയ്യും. വയറ് വീർത്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ട്, ശോധന കിട്ടുന്നില്ല, ഗ്യാസിന് പ്രയാസം ഉണ്ടെങ്കിൽ അബ്ഡോമിനൽ മസാജ് നന്നായിട്ട് ചെയ്താൽ ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നം നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് ശോധന ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് ഫലമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാക്സേറ്റീവ് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്, ചെറിയ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ജീവിത ചിട്ടയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള. ഒന്ന് ഫ്ലാക്സ് സീഡുകൾ വളരെ നല്ലതാണ് അല്ലേ. ഫ്ലാക്സ് സീഡുകൾ വെള്ളത്തിൽ നിശ്ചിത അളവ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിക്കുന്നത് എന്ത് ചെയ്യും, മലം സോഫ്റ്റ് ആകാനും അതിൽ നന്നായിട്ട് ഫൈബർ ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് അത് മലം സോഫ്റ്റായിട്ട് പുറത്തു പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ അത്തിപ്പഴം, ഫിഗ്, ഈ അത്തിപ്പഴം ഒരു 3 5 എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് രാത്രി എന്ത് ചെയ്യുക, കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക, സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ അത്തിപ്പഴം എന്ത് ചെയ്യുക, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുകയും അത് ഇട്ട് വെച്ച വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഒരുപാട് മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങും. പൈൽസിൻ്റെ പ്രശ്നമുള്ളവർ, ഫിഷറിൻ്റെ പ്രശ്നമുള്ളവർ, അതൊക്കെ എന്ത് ചെയ്യുക, ഹെമറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഒറ്റമൂലി തന്നെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിത ചിട്ടയിൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറഞ്ഞത്. ഈ ഉണക്കമുന്തിരി എന്ത് ചെയ്യണം, രാത്രി കിടക്കാൻ നിൽക്കുന്ന നേരത്ത് നന്നായിട്ട് സോക്ക്, ഒരു 10-15 എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക കഴുകിയിട്ട്. എന്നിട്ട് രാവിലെ അത് കഴിക്കുകയും ചെയ്യുക, നന്നായിട്ട് ആ വെള്ളം കുടിക്കുകയും ചെയ്യുക. ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മലം നന്നായിട്ട് സോഫ്റ്റായിട്ട് പുറത്തു പോകാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലിക്കുന്നില്ല, ഇതൊന്നും ചെയ്തിട്ട് കൃത്യമായ രീതിയിൽ അങ്ങോട്ട് ഏശി കിട്ടുന്നില്ല, നല്ലൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല അസുഖങ്ങൾ കാരണമായിട്ട് പലപ്പോഴും മലബന്ധം ഉണ്ടാകാറുണ്ട്. പല ആളുകൾക്കും ഈ IBS പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കുണ്ട്, ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടാവും. പിന്നെ അതുപോലെ എന്തെങ്കിലും ക്യാൻസർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മലബന്ധം പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടോ ഇല്ലേ, അതുപോലെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ, അതൊക്കെ ചെയ്ത് കൺഫേം ആക്കിയിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഓക്കെ ആകുന്നില്ല എങ്കിൽ
തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യുക, അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിലെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, സ്ട്രെസ്സ്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെയധികം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടുതലായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഗട്ട് ബാക്ടീരിയ, നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്ന ഒരു പാത്ത് വേ ഉണ്ട്. അപ്പോൾ നമ്മൾ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തലവേദന വരും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ വരും, അങ്ങനെ പല പ്രയാസങ്ങളുണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടെങ്കിൽ, ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, സ്ട്രെസ്സ് പോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വയറ്റിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദഹനത്തെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഡിപ്രസ്ഡ് ആക്കാൻ കഴിയും. ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല, അവിടുത്തെ ബാക്ടീരിയയുടെ എൻവയോൺമെൻറ്റൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അങ്ങനെയും എന്ത് പറയും, ഈ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി മറ്റൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു വയറ് ഉറക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതിൽ ഒന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളത് ഡൈജഷനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, ദഹനം നടക്കാതെ തന്നെ മെല്ലെ ദഹനം നടക്കുക. പല ആളുകളും പല ഒറ്റമൂലികളൊക്കെ പ്രയോഗിക്കും. അപ്പോൾ ഈ എടുക്കുന്ന മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് ഏത് വേയിലൂടെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കൽ നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അത് ഗ്രാജുവലി നമ്മളെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ചില ആളുകൾ എന്ത് ചെയ്യും, ശോധന ഇല്ല എന്ന് കരുതിയിട്ട് പല മെഡിസിൻസ് എടുക്കും. ഒരു മെഡിസിന് ഒരു കാലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എഫക്റ്റ് ഇല്ല, അപ്പോൾ ഒന്നൊരു ഡോസ് കൂടിയത് വേറൊന്ന് എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ നമുക്ക് റീസൺ അറിഞ്ഞിട്ടില്ല ആ സമയത്തൊന്നും ടാബ്ലറ്റ് എടുക്കുന്നത്. എങ്ങനെയെങ്കിലും ശോധന പോകുക എന്നുള്ള ഒരു ടെൻഡൻസി മാത്രമേ പലപ്പോഴും അങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മിക്ക ആളുകൾക്കും സ്ലോ ഡൈജഷനിലൂടെ ഈ പറഞ്ഞതുപോലെയുള്ള മലബന്ധം ഉണ്ടാകാറുണ്ട്. അത് ആ സമയത്താണ് പറഞ്ഞ അമിതമായിട്ട് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ സ്ലോ ഡൈജഷൻ ചില ആളുകൾക്ക് ഉണ്ടാകും. ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകൾക്ക്, അസിഡിറ്റി കുറഞ്ഞ ആളുകൾക്ക് ചില ഭക്ഷണം കഴിച്ചാൽ വയറ് വീർത്തതുപോലെ, ബ്ലോട്ടിംഗ് ഉള്ളതുപോലെ, വയറ് കനമുള്ളതുപോലെ, ഒരു ഭക്ഷണത്തോടൊന്നും താല്പര്യമില്ല, എന്തെങ്കിലും കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം സ്ലോ ഡൈജഷനാണ്. ഡൈജഷന് വേണ്ടിയിട്ടുള്ള ആസിഡ് ശരിയായ രീതിയിൽ ഉണ്ടാകില്ല, പെപ്സിന്, ഗ്യാസ്ട്രിൻ പോലെയുള്ള ശരിയായ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നമ്മുടെ ഈ ഒരു വൻ കുടൽ അല്ലെങ്കിൽ ചെറു കുടൽ, ഈ കുടലിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരിക, ഒരു തടസ്സം വരിക. ഇപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് ക്രോൺസ് ഡിസീസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രിക്ചർ ഫോം ചെയ്യും എന്ന് പറയും. അതായത് അതിൻ്റെ ഉള്ളിൽ വാൾ തിക്കനിങ് കൂടും. അതായത് നമ്മളൊരു കുഴൽ പോലെയാണല്ലോ, അപ്പോൾ ഈ ഇതിൻ്റെ കുഴലിന് എന്ത് ചെയ്യും, തിക്നെസ് കൂടിയിട്ട് മലം പോകുന്ന ആ ഒരു കുഴലിൻ്റെ വ്യാസം കുറയും, അതിൻ്റെ ദ്വാരത്തിൻ്റെ വലുപ്പം കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരും എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മലം എന്ത് ചെയ്യില്ല, ശരിയായ രീതിയിലേക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, എന്തെങ്കിലും ചില ആളുകൾക്ക് എന്ത് ചെയ്യും, മുടി കഴിക്കുക അല്ലെങ്കിൽ മണ്ണ് തിന്നുക, എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകളൊക്കെ കഴിക്കുക എന്നുള്ള പല റയർ കേസുകളാണ്, ചില ശീലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ അവരുടെ കുടലുകളിൽ ഇത് ബ്ലോക്കായി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മലം ശരിയായ രീതിയിൽ പോകുക, നന്നായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയും ചില കാരണങ്ങളുണ്ട്. അതേപോലെ ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും ക്യാൻസറുകൾ വരിക, എന്തെങ്കിലും ട്യൂമർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ മലം പോകില്ല, അതിൻ്റെ തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരുന്നതിലൂടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസീസ് ഉള്ളവർക്ക് നമുക്കറിയാം, ഇതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നെർവിൻ്റെ അല്ലെങ്കിൽ നാഡികളിലൂടെ എന്ത് ചെയ്യണം, അതിനുള്ള സിഗ്നലുകൾ കിട്ടണം. അപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർ, ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സർജറി കഴിഞ്ഞവരുണ്ടാവും, നട്ടലിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെഡിന് ബ്രെയിൻ എന്തെങ്കിലും സർജറി കഴിഞ്ഞവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ പാർക്കിൻസൺ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഈ വയസ്സായ പ്രായം ചെന്ന ആളുകൾക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ
കോൺസ്റ്റിപ്പേഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നാഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്കും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷന് എനിക്ക് ഉണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഞാനപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു വിശപ്പുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ എനിക്ക് കൈകാലുകൾ ജോയിൻറ്റ് പെയിൻ അങ്ങനെ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനിത് എടുക്കണം എന്നല്ലെങ്കിൽ ഇതിന് മെഡിസിൻ എടുക്കണോ അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകേണ്ട വേസ്റ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള മലം എന്നുള്ളത്. അതിലൊരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്, ഒരുപാട് ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ അത് ശരീരം ശരിയായ രീതിയിൽ പുറന്തള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്ന. അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറേ ടോക്സിൻസ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് തന്നെ റീ അബ്സോർപ്ഷനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ എന്ത് ചെയ്യും, ആവശ്യമില്ലാത്ത നമ്മളെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയക്ക് സഹായകമല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയ ഗ്രോ ചെയ്യാനും, അതേപോലെ തന്നെ അവിടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം, വില്ലൈ എന്ന് പറയും, അതൊക്കെ നമ്മുടെ കുടലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്, അതിൽ പ്രസൻറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു നോർമൽ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഫുഡ് അലർജികൾ വരുന്നത്. ചില ഫുഡുകൾ കഴിച്ചാൽ ഇച്ചിങ് വരിക, അല്ലെങ്കിൽ നല്ല മറ്റു വൊമിറ്റിംഗ് ടെൻഡൻസി വരിക, അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള ഈ അലർജിക് ഇഷ്യൂസ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലബന്ധം അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിന് ഇമ്പയർമെൻറ്റ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചില മൈഗ്രെയിൻ കേസുകളുണ്ട്, ചില ഹെഡേക്കുകൾ വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മലബന്ധം തന്നെയാണ്. അപ്പോൾ ഈ മലബന്ധം നമ്മൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മലത്തിലുള്ള ടോക്സിൻസ് എന്ത് ചെയ്യും, വേണ്ടാത്ത വിഷവസ്തുക്കളൊക്കെ എന്ത് ചെയ്യും, ശരീരം പുറം തള്ളേണ്ട സാധനങ്ങൾ വീണ്ടും രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും, കടക്കുകയും അതുമൂലം എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ മറ്റ് പല അസുഖങ്ങളിലേക്ക് നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, നല്ലൊരു പാത്വേ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില കണ്ടീഷനുകൾ, നമ്മൾ വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് എസ്പെഷ്യലി വൈറ്റമിൻ സി ഒക്കെ ഉണ്ടെങ്കിൽ, വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളേജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ആ കുഴലുണ്ടല്ലോ, കുടൽ എന്ന് പറയുന്നത്, അപ്പോൾ ആ ഇൻറ്റസ്റ്റൈന് കൂടുതൽ കൊളേജൻ വേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ വൈറ്റമിൻസ് നന്നായിട്ട് ബോഡിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടലിലൊക്കെ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും, അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ ഈ ശരിയായ രീതിയിൽ ഗുഡ് ഹെൽത്ത് ഉള്ള ഒരു കുടലല്ല എന്നുണ്ടെങ്കിൽ ദഹനത്തിക്കേടുണ്ടാക്കും, ദഹിച്ച ഭക്ഷണം തന്നെ ശരിയായ രീതിയിൽ പോകാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ വൈറ്റമിൻസ് കുറവുള്ളവർക്ക് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഡോക്ടറെ കണ്ടിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു സിമ്പിൾ മാറ്ററായിട്ട് കളയരുത്. കാരണം പലപ്പോഴും ഇതൊരു കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് എത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ തന്നെ വേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുക. നല്ല എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ എന്താ ചെയ്യുക, എന്തെങ്കിലും കൂടുതൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.